أعوذ بالله من الشيطان الرجيم ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. ഏറെ പ്രിയം നിറഞ്ഞവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നോമ്പിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നോമ്പ് കഴിഞ്ഞാൽ വരുന്നത് പെരുന്നാളാണല്ലോ. പെരുന്നാൾ എന്നതിന് ഈദ് എന്നാണ് അറബിയിൽ പറയാറുള്ളത്. രണ്ട് പെരുന്നാളുകളാണ് നമുക്കുള്ളത്. ഒന്ന് ഈദുൽ ഫിത്തറാണ്, മറ്റൊന്ന് ഈദുൽ അദ്ഹയാണ്. ഈദുൽ ഫിത്തർ എന്ന് പറഞ്ഞാൽ, ഫിത്തർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഫ്താർ എന്നൊക്കെ പറയാറുണ്ടല്ലോ, തുറക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. അതായത് നോമ്പ് കഴിയുക, ആ നോമ്പ് കഴിഞ്ഞിട്ട് വരുന്ന പെരുന്നാൾ എന്നതാണ് ഈദുൽ ഫിത്തർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈദുൽ അദ്ഹ എന്നത് പറഞ്ഞാൽ ഉൽഹിയത്ത്, ഇത് ബലികർമ്മം നടക്കുന്ന പെരുന്നാൾ എന്ന രൂപത്തിലാണ് ഈദുൽ അദ്ഹ ഉള്ളത്. അപ്പോൾ ഈദുൽ ഫിത്തർ വരുന്നത് ശവ്വാൽ 1-നാണ്. റമളാൻ മാസം കഴിയുന്നതോടുകൂടി, അറബി മാസങ്ങൾ എന്ന് പറയുന്നത് 29, 30 എന്ന രീതിയിലാണ് ഉണ്ടാവുക. ഇത് 29-ന് മാസം കാണുകയാണെങ്കിൽ അതോടുകൂടി ആ മാസം അവസാനിച്ചു, പിറ്റേന്ന് അടുത്ത മാസം തുടങ്ങുകയാണ്. അപ്പോൾ റമളാൻ 29-ന് നമ്മൾ ചന്ദ്രപ്പിറവി കണ്ടാൽ പിറ്റേന്ന് ശവ്വാൽ 1 ഈദുൽ ഫിത്തർ ആയിരിക്കും. ഈദുൽ അദ്ഹ വരുന്നത് ദുൽഹജ്ജ് മാസത്തിലാണ്. ദുൽഹജ്ജ് 10-നാണ് ഈദുൽ അദ്ഹ വരുന്നത്. ദുൽഹജ്ജ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഹജ്ജുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന സന്ദർഭങ്ങളാണ്. അപ്പോൾ അതിൻ്റെ കർമ്മങ്ങൾക്കിടയിലാണ് ഈദുൽ അദ്ഹ വരുന്നത്. ഇനി ഈ രണ്ട് പെരുന്നാളുകളുടെയും പൊതുവായ ചില സവിശേഷതകളെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, പെരുന്നാൾ ആഘോഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് തക്ബീറുകളാണ്. നമ്മളൊക്കെ പെരുന്നാളിൻ്റെ മാസം കണ്ടത് മുതൽ തക്ബീറുകൾ ചൊല്ലാൻ തുടങ്ങാറുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീറുകൾ ചൊല്ലും. ഈ തക്ബീർ ചൊല്ലാൻ വിശുദ്ധ ഖുർആൻ പറയണം. ഇപ്പോൾ റമളാനെക്കുറിച്ചൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് പറഞ്ഞിട്ട് ഖുർആൻ അവതരിച്ച മാസമാണ്, ആ മാസത്തിൽ നിങ്ങൾ നോമ്പ് നോൽക്കുക എന്നൊക്കെ പറഞ്ഞ ആയത്തുണ്ടല്ലോ. ആ ആയത്തിൻ്റെ ഒടുവിൽ പറയുന്നുണ്ട്, വലിതുക്മിലുൽ ഇദ്ദ വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും. നിങ്ങൾ ഈ ദിവസങ്ങൾ പൂർണ്ണമായും നോമ്പ് നോൽക്കുക, അത് പൂർത്തിയാക്കുക. എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിന് തക്ബീർ ചൊല്ലുക. എന്തിനാണ്? നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിൻ്റെ പേരിൽ എന്നാണ്. അതായത് പെരുന്നാൾ ആഘോഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തക്ബീറാണ്. ആ തക്ബീർ എന്തിനാണ് എന്ന് ഖുർആൻ പറയാണ്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകിയതിൻ്റെ ഒരു സന്തോഷവും അതിൻ്റെ ഒരു നന്ദി പ്രകടനവുമാണ് യഥാർത്ഥത്തിൽ ഈ തക്ബീറുകൾ എന്ന് പറയുന്നത് എന്നാണ്. അപ്പോൾ ഈ തക്ബീർ എന്നെ ഈദുൽ അദ്ഹയെക്കുറിച്ചും പറയുന്നുണ്ട്. ലയനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകി യനാലുഹു തഖ്വാ മിൻകും. എന്തിനാണ് ബലികർമ്മം ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നിടത്ത്, അള്ളാഹുവിന് നിങ്ങൾ അറുക്കുന്ന മൃഗത്തിൻ്റെ രക്തമോ മാംസമോ ഒന്നും ആവശ്യമില്ല, അള്ളാഹുവിന് നിങ്ങളുടെ തഖ്വയാണ് ആവശ്യം എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നുണ്ട്, വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും. നിങ്ങൾ എന്തിനാ തക്ബീറുകൾ ചൊല്ലുന്നത്? അത് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകിയതിൻ്റെ നന്ദി പ്രകടനമാണെന്നാണ്. അപ്പോൾ പെരുന്നാളിൻ്റെ സൗന്ദര്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഈ തക്ബീറാണ്. അപ്പോൾ ഈ തക്ബീറുകൾ ചൊല്ലുമ്പോൾ നമ്മൾ നമ്മളുടെ ആഹ്ലാദത്തെ, നമ്മളുടെ സന്തോഷത്തെ പ്രകടിപ്പിക്കുകയാണ്. എന്തിനാണ് നമ്മൾ സന്തോഷിക്കുന്നത്? അള്ളാഹു നമുക്ക് വഴി കാണിച്ചിരിക്കുന്നു, അള്ളാഹു നമ്മൾക്ക് ഹിദായത്ത് നൽകിയിരിക്കുന്നു. ഖുർആനിലൂടെ ഖുർആൻ അവതരിപ്പിച്ചതിന് ഒരു മാസം നമ്മൾ നോമ്പ് നോറ്റു, അതിൻ്റെയൊക്കെ സന്തോഷം കൂടി ചേർന്നുകൊണ്ട് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്നു എന്നുള്ളതാണ്. ഈദുൽ അദ്ഹക്കും അതുപോലെ തന്നെ ഹിദായത്തുമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. അവിടെ കഅബ വരുന്നുണ്ട്, അവിടെ പ്രവാചകന്മാർ വരുന്നുണ്ട്. അതും ഹിദായത്തുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അതിലുണ്ട്. അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. ഏതായാലും തക്ബീറുകളാണ് പെരുന്നാളിൻ്റെ ഒന്നാമത്തെ സന്ദേശം എന്ന് പറയുന്നത്. രണ്ടാമത്തെ സന്ദേശം ഷെയറിംഗ് ആണ്. കാരണം സന്തോഷത്തിൻ്റെ സമയമാണല്ലോ. അപ്പോൾ സന്തോഷം എന്ന് പറഞ്ഞാൽ എല്ലാവരും സന്തോഷിക്കണം. ഷെയർ ചെയ്യപ്പെടുമ്പോഴാണല്ലോ
നമ്മളെ സന്തോഷം കൂടുക. നമുക്കൊരു സന്തോഷം ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോഴാണ് ആ സന്തോഷം കൂടുക. നമുക്കെന്തെങ്കിലും കിട്ടുമ്പോൾ മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുമ്പോൾ ആ സന്തോഷം കൂടും. അപ്പോൾ ഈ 2 പെരുന്നാളുകൾക്കും ഈ ഷെയറിങ് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഈദുൽ ഫിത്ർ, നമ്മൾ ചെറിയ പെരുന്നാൾ എന്ന് പറയുന്ന നോമ്പിന് ശേഷം വരുന്ന പെരുന്നാളിന് അതിൻ്റെ തൊട്ട് മുമ്പ് സക്കാത്തുൽ ഫിത്ർ കൊടുത്തിട്ടാണ് നമ്മൾ ഈ പെരുന്നാൾ നമസ്കാരത്തിന് പോകേണ്ടതെന്നാണ്. പെരുന്നാൾ നമസ്കാരത്തിൻ്റെ മുമ്പായിട്ട് സക്കാത്തുൽ ഫിത്ർ കൊടുക്കണം. എന്താ സക്കാത്തുൽ ഫിത്ർ എന്ന് പറഞ്ഞാൽ അത് എല്ലാവരും കൊടുക്കേണ്ട ഒരു സക്കാത്താണ്. നമ്മൾ സാധാരണ സക്കാത്തിനെ കുറിച്ച് അത് പണമുള്ളവർ കൊടുക്കുക എന്നുള്ളത് നമ്മൾ പറയാറുള്ളത്. എന്നാൽ സക്കാത്തുൽ ഫിത്ർ നമ്മളൊക്കെ കൊടുക്കണം. അതായത് ആ സക്കാത്തുൽ ഫിത്ർ കൊടുക്കേണ്ട സമയത്തിൻ്റെ മുമ്പ് ആ റമദാനിൽ അല്ലെങ്കിൽ ശവ്വാൽ മാസം പിറവി കാണുന്നതിന് മുമ്പ് ഒരു ചെറിയ കുഞ്ഞ് നമ്മുടെ വീട്ടിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ പേരിൽ അടക്കം ഇത് കൊടുക്കണം എന്നാണ്. അപ്പോൾ എന്താണ് ഈ സക്കാത്തുൽ ഫിത്തറിൻ്റെ ഉദ്ദേശം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 ഉദ്ദേശമാണ് പറയുന്നത്. ഒന്ന് തുഹറത്തുൽ ലിസ്വാഇമാണ്, അതായത് നോമ്പ് നോറ്റ ആളുകൾക്ക് നോമ്പിൻ്റെ ഇടയിൽ വന്നിട്ടുള്ള ചില പിഴവുകളും ന്യൂനതകളും കുറവുകളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഇത് കൊടുക്കുന്നതോടെ പൊറുക്കപ്പെടുമെന്നതാണ്. രണ്ടാമത്തേത് തുഅമത്തുൽ ലിൽ മസാക്കീൻ, പെരുന്നാളിൻ്റെ ദിവസം ആരും പട്ടിണി കിടക്കാൻ പാടില്ല. എല്ലാവരും സുഭിക്ഷമായി വയറ് നിറച്ച് അവർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയണം എന്നതാണ്. അപ്പോൾ പെരുന്നാൾ നേരത്തെ പറഞ്ഞല്ലോ സന്തോഷത്തിൻ്റെ ദിനമാണ്. അപ്പോൾ എല്ലാവരും സന്തോഷിക്കണം, ചുറ്റുപാടുള്ളവരൊക്കെ സന്തോഷിക്കണം. അതിന് എല്ലാവരും ഇങ്ങനെ മറ്റുള്ളവർക്കായി പാവപ്പെട്ടവർക്ക് എല്ലാവരും നൽകുമ്പോൾ അവർക്ക് ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ കിട്ടുകയാണ്. അപ്പോൾ ഭക്ഷണ സാധനങ്ങളാണ് സക്കാത്തുൽ ഫിത്റായിട്ട് നൽകുക എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു കണക്കൊക്കെ ഉണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു സ്വാ എന്നാണ്. ഒരു സ്വാ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് ഒരു 2.5 കിലോന് 3 കിലോൻ്റെ അടുത്ത് ആയിട്ടാണ് വരിക. 2.5-3 കിലോൻ്റെ ഇടയിലായിട്ടാണ് അത് വരിക. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ അതിനുള്ള പൈസ വാങ്ങിയിട്ട് അതിൻ്റെ അരി വാങ്ങി അരി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത്തരം കുറേ കാര്യങ്ങൾ നടക്കുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ സക്കാത്തുൽ ഫിത്ർ എന്ന് പറയുന്നത് ഈ പെരുന്നാളിൻ്റെ ഷെയറിങ്ങിൻ്റെ വലിയ ഒരു സന്ദേശം കൂടിയാണ് നൽകുന്നത്. ഞാൻ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റുള്ളവരും കഴിക്കട്ടെ, മറ്റുള്ളവരുടെയും വയറ് നിറയട്ടെ. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങളായിട്ട് അത് നൽകുക. അത് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാശായിട്ട് നൽകിയാൽ മതി എന്നും ഹനഫി മദ്ഹബിലൊക്കെ ഉണ്ട്. അതായത് അതായിട്ട് അവർ പാവങ്ങൾക്ക് കിട്ടുമ്പോൾ അവർക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങളും മറ്റുമൊക്കെ അതിന് വാങ്ങാമല്ലോ. അപ്പോൾ ആ രീതിയിലും അഭിപ്രായങ്ങൾ ആ വിഷയത്തിലുണ്ട്. അപ്പോൾ ബലിപെരുന്നാളിനോ ഈദുൽ അദ്ഹക്കും ഈ ഷെയറിങ് ഉണ്ട്. അതാണ് ബലിമാംസം വിതരണം ചെയ്യുക. ബലിപെരുന്നാളിന് ബലി അറുക്കുമല്ലോ. അപ്പോൾ ബലി അറുക്കുമ്പോൾ ബലി അറുക്കാൻ കഴിയുന്നവരൊക്കെ അറുക്കണം എന്നാണ്. അപ്പോൾ ബലി അറുക്കാൻ ശേഷിയുള്ള സാമ്പത്തിക ശേഷിയുള്ള എല്ലാവരും അതിൽ പങ്കാളിത്തം വഹിച്ച്, അത് ആടാണെങ്കിൽ ഒരാൾ ഒറ്റക്കും, അല്ലെങ്കിൽ പോത്തോ എരുമയോ അങ്ങനെയുള്ള ജീവികളാണെങ്കിൽ 7 പേർക്ക് വരെ അതിൽ ഷെയർ ഇടാം എന്നാണ്. അപ്പോൾ 7 പേർ കൂടി ഒന്നിനെ അറുക്കുക. അങ്ങനെ അറുത്തിട്ട് അതിൻ്റെ ബലിമാംസം എന്ത് ചെയ്യും? അത് ആളുകൾക്കിടയിൽ വിതരണം ചെയ്യും. പാവപ്പെട്ടവർക്കും അല്ലാത്തവർക്കും ഒക്കെ അത് വിതരണം ചെയ്യണമെന്നാണ്. അങ്ങനെ എല്ലാവരും ഒരുപോലെ ആ ഭക്ഷണം കഴിച്ച് ആ സന്തോഷത്തെ പങ്കിടുക. അപ്പോൾ പെരുന്നാളിന് രണ്ടാമത്തെ ഈ ഒരു സന്ദേശം എന്ന് പറയുന്നത് അതിൻ്റെ ഷെയറിങ് എന്ന് പറയുന്ന ഒരു കാര്യം അതിൽ നടക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തത് ആഘോഷമാണ്. പെരുന്നാൾ എന്ന് പറയുന്നത് സന്തോഷിക്കാനും ആഘോഷിക്കാനുമുള്ള സമയമാണ്. അത് ആ രൂപത്തിൽ ആഘോഷിക്കണം. ആ ആഘോഷത്തിൻ്റെ ഒന്ന് ഈദ്ഗാഹുകളാണ്. അപ്പോൾ ഈദ്ഗാഹ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. ഈദ്ഗാഹ് എന്ന് പറയുമ്പോൾ പെരുന്നാൾ നമസ്കാരമുണ്ട്. അത് പെരുന്നാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. പെരുന്നാൾ നിസ്കാരത്തിന് എല്ലാവരും പുതുവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് എല്ലാവരും ഒരുമിച്ച് വരിക. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും വൃദ്ധരും എല്ലാവരും ഒരുമിച്ച് കൂടുക. അപ്പോൾ അതിനു വേണ്ടിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തൊക്കെ പള്ളി ഒഴിവാക്കിയിട്ട് മൈതാനങ്ങളിലായിരുന്നു ഒരുമിച്ച് കൂടിയിരുന്നത്. അതിനന്ന് മുസല്ല എന്നാണ് പറയുക. മുസല്ല എന്നാണ്. നമ്മുടെ ഭാഷയിൽ ഈദ്ഗാഹ് എന്നത് ഉറുദു ഭാഷയിൽ നിന്ന് വന്നതാണ്. ഈദ്ഗാഹുകളിൽ നിന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ഉറുദുവിലാണ് അങ്ങനെ പറയുക. അപ്പോൾ പെരുന്നാളിൻ്റെ ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലായിരുന്നില്ല, മൈതാനങ്ങളിലായിരുന്നു നിസ്കരിച്ചിരുന്നത്. പള്ളിയിൽ നിസ്കരിച്ചാലും ശരിയാവും, പക്ഷേ പെരുന്നാളിൻ്റെ ഒരു സന്തോഷവും അത് പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയും എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടാക്കുക എന്നതുകൊണ്ടാണ് ഇത് മൈതാനത്ത് നടക്കുന്നത്. അപ്പോൾ അത് സന്തോഷത്തിൻ്റെ ഒരു ഭാഗമാണ്. രണ്ടാമത്തത് പെരുന്നാളിൻ്റെ ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലംയുടെ കാലത്തൊക്കെ തന്നെ കുട്ടികൾ പാട്ടൊക്കെ പാടിയിട്ട് ആഘോഷിച്ചിരുന്നു എന്നാണ്. റസൂൽ അങ്ങനെ പാട്ട് പാടുന്നതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. പലതരം അഭ്യാസ പ്രകടനങ്ങളൊക്കെ നടന്നിരുന്നു. അതൊക്കെ കാണാൻ വേണ്ടി ആളുകൾ വന്നിരുന്നു. അപ്പോൾ പെരുന്നാളിൻ്റെ ദിവസം കളർഫുൾ ആക്കണം.
ആ കളർഫുള്ളാക്കാൻ നമ്മൾ കലാപരിപാടികൾ, മറ്റു കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അന്നത്തെ ദിവസം അത്തരത്തിൽ ഒരു നല്ല രൂപത്തിലുള്ള ആഘോഷങ്ങൾ, സന്തോഷങ്ങൾ അതൊക്കെ നടത്തിയിട്ട് അതിനെ കളർഫുള്ളാക്കുക എന്നതുകൂടി പെരുന്നാളിൻ്റെ വലിയൊരു സന്ദേശമാണ്. മാത്രമല്ല ബന്ധങ്ങളൊക്കെ പുതുക്കുക, കുടുംബ സന്ദർശനങ്ങൾ നടത്തുക, ഫ്രണ്ട്സിനെ സന്ദർശിക്കുക, പരസ്പരമുള്ള ആശംസകൾ അർപ്പിക്കുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക, കോൾ ചെയ്യുക, മെസ്സേജ് അയക്കുക, അങ്ങനെയൊക്കെ തുടങ്ങി ഒരു പരസ്പരമുള്ള ഒരു സ്നേഹം, ഒരു ബന്ധം ഒക്കെ പുതുക്കുന്ന ഒരു കളർഫുള്ളായ ദിവസമാണ് പെരുന്നാൾ എന്ന് പറയുന്നത്. ആ പെരുന്നാളിനെ സന്തോഷപൂർവ്വം ആഘോഷിക്കുക. അതോടൊപ്പം പടച്ചോനെ ഓർത്തുകൊണ്ടായിരിക്കണം എല്ലാ ആഘോഷവും. അതാണ് നമ്മൾ ആദ്യം തക്ബീർ പറഞ്ഞത്. കാരണം അള്ളാഹുവിനെ ആലോചിക്കുക എന്നുള്ള എല്ലാത്തിൻ്റെയും മുകളിൽ അള്ളാഹുവാണ് വലുത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ സന്തോഷവും ആഘോഷവും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ പെരുന്നാളിൻ്റെ എല്ലാ സന്ദേശങ്ങളും നമ്മളുടെ ഉള്ളിൽ നിറച്ചുകൊണ്ട് പെരുന്നാളിനെ ആഘോഷിക്കുക എന്നുള്ളതാണ് ആ പെരുന്നാൾ ആഘോഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.